വിളവെടുപ്പ് വരെ കൃഷിക്കാരൻ തുടർന്നും നോക്കുകയും പരിപാലിക്കുകയും അധ്വാനിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഫെയ്ത്ത് വർക്ക്സ് വൈൽ പേഷ്യൻസ് വെയ്റ്റ്സ്. വിശ്വാസം പ്രവർത്തിക്കുമ്പോൾ സഹിഷ്ണുത കാത്തിരിക്കും, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കും. അതർവൈസ് ഫെയ്ത്തിന് പേഷ്യൻസ് ഇല്ലെങ്കിൽ ഇപ്പോൾ വേണം എന്ന രീതിയിലായിപ്പോൾ. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ സ്റ്റെപ്പായിട്ടാണ് മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അടുത്തൊരു ചുവട് നമ്മൾ എടുക്കുകയാണ്. ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്, വിശ്വാസവും ദീർഘക്ഷമയും ആണ് നമ്മൾ ഇന്നത്തെ വിഷയം. നമ്മൾ അതിലാണ് ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം, ബൈബിൾ എടുക്കാം, നോട്ട്ബുക്ക് എടുക്കാം. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ജേർണൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വേർഡ് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനെല്ലാം വേണ്ടി നമുക്ക് റെഡിയാകാം. അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു ഇലൈറ്റ് സ്പോൺസറാണുള്ളത്. വി ഹാവ് അന എബ്രഹാം ഫ്രം എറണാകുളം ഇന്നത്തെ സ്പോൺസറായിട്ടുള്ളത്. ദ റീസൺ ഇസ് ടുഡേ ഈസ് ഹർ ബർത്ത്ഡേ. ഇന്ന് സിസ്റ്റർ അന്നയുടെ ബർത്ത്ഡേ ആണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അനസിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഈ പുതിയ വർഷം കർത്താവിന് സകല അനുഗ്രഹത്താൽ നിറയട്ടെ. കർത്താവെ, Lord, I pray that she will receive many new gifts this year, Father. Many gifts from the Heavenly Father. Let it be answered prayers in her life. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഭർത്താവിൻ്റെ ദുബായിലുള്ള ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ തന്നെ മക്കളുടെ വിദ്യാഭ്യാസം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവിയെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. അന്നയുടെ ഡയബറ്റിക് യേശുവിൻ്റെ നാമത്തിൽ കൺട്രോൾഡ് ആക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോർഡ്, വി പ്രേ ഫോർ എ ടോട്ടൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ തന്നെ 2 മാതാപിതാക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആരോഗ്യം, ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യുന്നു. സിസ്റ്റർ അന്നയെ സ്പെഷ്യലി ബ്ലെസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് വീണ്ടും ഓർപ്പിക്കട്ടെ, ഈ വീക്കെൻഡിൽ നമുക്ക് ദ ഗ്യാദറിംഗ് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നു. സോ ഇംഗ്ലീഷിൽ ആരാധിക്കുവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് യു ലാവ് ടു ഹാവ് എൻ ഇംഗ്ലീഷ് സർവീസ് ഇൻ ട്രിവാൻഡ്രം, കം ആൻഡ് ജോയിൻ us അറ്റ് ദ ഗ്യാദറിംഗ്. അത് ഈ വീക്കെൻഡിലാണ് നടക്കുന്ന. ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട്. അപ്പോൾ തന്നെ April 4th സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ്, പവർഫുൾ വേർഷിപ്പ് ഗ്യാദറിംഗ്, അതെല്ലാം ട്രിവാൻഡ്രത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നു. സോ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം ഒന്ന് ചേരുക. എല്ലാവരും വീണ്ടും വെൽക്കം ചെയ്യുന്നു. പാസ്റ്റർ ഷെൽഡൻ മങ്കേറ, അപ്പോൾ തന്നെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഫുൾ ടീം വന്ന് ശുശ്രൂഷിക്കുന്നതാണ്. സോ ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ദൈവമേ, നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. ഓ ദൈവമേ, നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമതു. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ, ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ, എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത്
അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. വെൽക്കം ബാക്ക്. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കയ്യിലെ ഡിവോഷണൽ ഡയറിയിൽ മാർച്ച് 18 വെനസ്ഡേ ബുധനാഴ്ചത്തേത് എടുക്കുക. ആ പേജിൽ ഫോക്കസ് വേർഡ് ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്, വിശ്വാസവും ക്ഷമയും. എബ്രായ ലേഖനം 6:12 വളരെ ഒരു സൂപ്പർ വേഴ്സാണ്. വി ഡു നോട്ട് വാണ്ട് യു ടു ബിക്കം ലേസി. നിങ്ങളാരും മടിയന്മാരാകരുത്, അലസന്മാരാകരുത്. ബട്ട് ടു ഇമിറ്റേറ്റ് ദോസ് ഹു ത്രൂ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ഇൻഹെറിറ്റ് ദാറ്റ് ഹാസ് ബീൻ പ്രോമിസ്ഡ്. വിശ്വാസത്താലും സഹിഷ്ണുതയാലും അല്ലെങ്കിൽ ക്ഷമയാലും വാഗ്ദത്തം ചെയ്തതിനെ നേടിയെടുത്ത അവകാശമാക്കിയവരുടെ പാത നിങ്ങൾ പിന്തുടരണം എന്നാണ് പറയുന്നത്. ഡെക്ലറേഷൻ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് വർക്ക് ടുഗദർ ഇൻ മീ. ഇത് രണ്ടും കൂടി ഒരുമിച്ചത് വിശ്വാസവും പേഷ്യൻസ് സഹിഷ്ണുതയും അല്ലെങ്കിൽ ക്ഷമയും ഒരുമിച്ച് എൻ്റെ അകത്ത് പരിവർത്തിക്കുന്നു. ഐ വിൽ സീ ഗോഡ്സ് പ്രോമിസ് കംപ്ലീറ്റഡ് ഇൻ ഇറ്റ്സ് ടൈം. ദൈവത്തിൻ്റെ വാഗ്ദത്തം സമയത്ത് എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണമായി ഞാൻ കാണും. അതാണ് എൻ്റെ പ്രഖ്യാപനം. റീഡിംഗ് പ്ലാൻ അനുസരിച്ച്, ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ചുള്ളത് ഇന്ന് വായിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കിടക്കാം. ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് 4 കാര്യങ്ങൾ പറയാൻ പോകുന്നു. നിങ്ങൾ പേജ് എടുത്ത് ആ പേജ് 3 ഡോട്ട് ഇടുക. അപ്പോൾ 4 തിരിയട്ടെ. അതിലോരോന്നും ഈ 4 പോയിൻറ്റുകൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എഴുതാം. പോയിൻറ്റ് നമ്പർ 1, ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് വർക്ക് ടുഗദർ. വിശ്വാസവും സഹിഷ്ണുതയും ഒരുമിച്ച് പരിവർത്തിക്കുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കും. ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ്. ഭയങ്കര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സാണ്, ഭയങ്കര ദോസ്തുമാരാണ് ഇവർ. അതായത് ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ദേ ആർ ബഡീസ്. വിശ്വാസം ഉണ്ടെങ്കിൽ കൂടെ അതിനോടൊപ്പം സഹിഷ്ണുത, ക്ഷമാശീലം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഫെയ്ത്തും ഇതും കൂടി വർക്ക് ചെയ്യുമ്പോഴാണ് ഫുൾ റിസൾട്ട് കിട്ടുള്ളൂ. ഒരാൾക്ക് വിശ്വാസം മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. പേഷ്യൻസ്, സഹിഷ്ണുത കൂടെ പ്രവർത്തിക്കണം. അവർ സഹപ്രവർത്തകരാണ്. ആരൊക്കെ പറഞ്ഞേ? വിശ്വാസവും സഹിഷ്ണുതയും സഹപ്രവർത്തകരാണ്. അതൊന്ന് ടൈപ്പ് ചെയ്യണം. ബൈ ദ വേ, കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് കിട്ടേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഗ്രീറ്റ് ചെയ്യാം. പിന്നെ കേൾക്കുന്ന വചനങ്ങൾ അതിൽ ടൈപ്പ് ചെയ്തിടാം. നിങ്ങളെങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയാം. നിങ്ങൾ കർത്താവിനെ എത്ര സ്നേഹിക്കുന്നു എന്ന് പറയാം. ഇതൊരു തുറന്ന പുസ്തകമാണ്. ലോകത്തിലുള്ളവരെല്ലാവരും വായിക്കും. ഇംഗ്ലീഷിലോ മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്തു. ഗോഡ്സ് പ്രോമിസസ് ആർ ഇൻഹെറിറ്റഡ് നോട്ട് ബൈ ഫെയ്ത്ത് അലോൺ ബട്ട് ബൈ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ടുഗദർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവിക വാഗ്ദത്തങ്ങൾ നാം അവകാശമാക്കുന്നത് വിശ്വാസം കൊണ്ട് മാത്രമല്ല, പകരം വിശ്വാസവും സഹിഷ്ണുതയും സഹപ്രവർത്തകരായി സഹവർത്തിക്കുമ്പോൾ, ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഫെയ്ത്ത് ബിലീവ്സ് ഗോഡ്സ് വേർഡ്. വിശ്വാസത്തിൻ്റെ പ്രത്യേകത ദൈവജനത വിശ്വസിക്കും. നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കും. പേഷ്യൻസ് വെയിറ്റ്സ് ഫോർ ഗോഡ്സ് ടൈമിങ്. എന്നാൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയുള്ളൂ. ഒത്തിരി പേർക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പക്ഷേ പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥന നിർത്തിക്കളയും. ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 മാസമാണ് ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചത്, ഒരു റെസ്പോൺസും ഇല്ല. അവിടെ ഞാൻ നിർത്തി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പേഷ്യൻസ് അവിടെ ഇല്ല. മെനി പീപ്പിൾ ബിഗിൻ വിത്ത് ഫെയ്ത്ത് ബട്ട് ലൂസ് ഹാർട്ട് ഡ്യൂറിങ് ദ വെയിറ്റിംഗ് സീസൺ. ഒത്തിരി പേരും വിശ്വാസത്തോടു കൂടിയാണ് എല്ലാം ആരംഭിക്കുന്നതെങ്കിലും വെയിറ്റിംഗ് സീസൺ
കാത്തിരിപ്പിൻ്റെ കാലത്ത് അവർ നിരാശപ്പെട്ട് തളർന്ന് പിന്മാറുന്നു. ഹീബ്രൂസ് 10:36, എബ്രായലേഖനം 10:36. You need to persevere so that when you have done the will of God, you will receive what He has promised. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത ആവശ്യമാണ്. ജെയിംസ് 1:3-4, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 3-4 വചനങ്ങളിൽ The testing of your faith produces perseverance. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സഹിഷ്ണുതയെ ഉളവാക്കുന്നു. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ ടെസ്റ്റ് വരും. ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള സകലരുടെ വിശ്വാസം പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഫെയ്ത്ത് എൻകൗണ്ടേഴ്സ് ടെസ്റ്റ്, അത് ഉറപ്പാണ്. എല്ലാവരുടെയും വിശ്വാസം പരിശോധിക്കപ്പെടും. അങ്ങനെ പരിശോധിക്കപ്പെട്ട് മുന്നിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നാൽ ഇറ്റ് പ്രൊഡ്യൂസസ് പെർസിവിയറൻസ്. അത് നമ്മിൽ സഹിഷ്ണുതയെ ഡെവലപ്പ് ചെയ്യും. റോമൻസ് 4:20-21, റോമാലേഖനം 4-ാം അധ്യായം 20-21 വചനങ്ങൾ. Abraham did not waver through unbelief regarding the promise of God. അബ്രഹാമിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിശ്വാസത്താൽ അബ്രഹാം ഇളകിപ്പോയില്ല, തകർന്നു പോയില്ല. അദ്ദേഹം വാഗ്ദത്തത്തിന് വേണ്ടി പിടിച്ചു നിന്നു. വാഗ്ദത്തത്തിന് വേണ്ടി അദ്ദേഹം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവിശ്വാസത്താൽ ഇളകിപ്പോകാതെ അദ്ദേഹം പിടിച്ചു നിന്നു. അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം വലിയ അനുഗ്രഹം അദ്ദേഹം പ്രാപിച്ചു. സോ ഫെയ്ത്ത് റിസീവ്സ് ദ പ്രോമിസ്, പേഷ്യൻസ് സസ്റ്റെയിൻസ് ദ ജേർണി. വിശ്വാസമുള്ളത് കൊണ്ടാണ് നമുക്ക് വാഗ്ദത്തം കിട്ടുന്നത്. എന്നാൽ വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിലനിർത്തുന്നത്, ആ വാഗ്ദത്തത്തിലേക്കുള്ള ജേണി, ആ യാത്രയിൽ സ്ഥിരത കൊണ്ടുവരുന്നത് എന്തായിരിക്കും? സ്ഥിരത കൊണ്ടുവരുന്നത് പേഷ്യൻസാണ്. നമ്മുടെ അകത്തുള്ള വലിയ സഹിഷ്ണുതയാണ് ഈ യാത്രയിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത്. ഒരു വിത്തിനകത്തിരിക്കുന്ന ജീവൻ നോക്കുമ്പോഴൊന്നും കാണുന്നില്ലെങ്കിലും അതിനകത്ത് ജീവനുണ്ടല്ലോ. ആ വിത്ത് പാകിക്കഴിഞ്ഞ് അതിനകത്തിരിക്കുന്ന ജീവൻ വെളിപ്പെടാൻ ചിലപ്പോൾ സമയമെടുക്കും അല്ലേ? താഴെ ചെന്ന് എൻ്റെ ഷെല്ലെല്ലാം പൊട്ടി അതിൽ നിന്ന് ആ ജീവൻ്റെ നാമ്പ് പുറത്തേക്ക് വന്ന് പുറത്തേക്ക് ഇങ്ങനെ വിരിഞ്ഞു വരാനായിട്ട് സമയമെടുക്കും. ഇതിൻ്റെ ഫുൾനെസ്സിലേക്ക് വളരാൻ അനേക വർഷങ്ങളെടുത്തെന്നിരിക്കും. പക്ഷേ സീഡിൽ നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് ആ ജീവൻ ഇരിപ്പുണ്ടായിരുന്നു. ഈ വിളവെടുപ്പിലേക്കുള്ള ആ സഹിഷ്ണുതയുടെ കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ ഫെയ്ത്ത് പ്ലാന്റ്സ് ദ സീഡ്. വിശ്വാസം ഉണ്ടെങ്കിൽ വിത്ത് നടും. പേഷ്യൻസ് വെയിറ്റ്സ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഹാർവെസ്റ്റ്. എന്നാൽ നമ്മിലെ സഹിഷ്ണുതയാണ് അതിനുവേണ്ടി കാത്തിരിക്കാനും വളർച്ചയും വിളവെടുപ്പും കാണുന്നത് വരെ കാത്തിരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് സഹിഷ്ണുത എന്ന സ്വഭാവമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഈ ആവശ്യം എന്നുള്ളത്. സോ നമ്പർ 2, പേഷ്യൻസ് പ്രൊട്ടക്ട്സ് ഫെയ്ത്ത് ഡ്യൂറിങ് ഡിലേ. താമസിക്കുന്ന സമയങ്ങളിൽ ഈ സഹിഷ്ണുത വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ ഉദ്ദേശിക്കുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നടക്കണമെന്നില്ല. അവിടെയാണ് നമ്മൾ വല്ലാതെ പാനിക്കാവുന്നത്. എന്നാൽ ഈ സഹിഷ്ണുത നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ല, ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കും. സോ ഡിലേ ഡസ് നോട്ട് മീൻ ഡിനായൽ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എന്നതുകൊണ്ട് നിഷേധിക്കപ്പെട്ടു, ദൈവം കൈവിട്ടു എന്നൊന്നും അതിനർത്ഥമില്ല. സോ ഗോഡ് ഓഫ്റ്റൻ അലൗസ് വെയിറ്റിംഗ് സീസൺസ് ടു സ്ട്രെങ്തൻ അവർ ഫെയ്ത്ത്. പലപ്പോഴും ദൈവം വെയിറ്റിംഗ് സീസണുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. കുറേ നാൾ കാത്തിരിക്കേണ്ട, ചിലപ്പോൾ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പായിരിക്കും. എന്തിന്? ടു സ്ട്രെങ്തൻ അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ശാക്തീകരിക്കാൻ വേണ്ടി. സോ വിത്തൗട്ട് പേഷ്യൻസ് പീപ്പിൾ അബാൻഡൻ ദ പ്രോമിസ് ടു സൂൺ. എന്നാൽ സഹിഷ്ണുതയില്ലെങ്കിൽ
പെട്ടെന്നാണ് വാഗ്ദത്തത്തെ വലിച്ചെറിഞ്ഞു കളഞ്ഞ് അവരവരുടെ വഴിക്ക് പോകും. എത്രയോ ലക്ഷക്കണക്കിന് പേർ, കോടിക്കണക്കിന് പേർ ദൈവിക വാഗ്ദത്തങ്ങളെ പുറകിലെറിഞ്ഞ് അവരുടെ വഴിക്ക് പോയിട്ടുണ്ട്. ഇനി വചനങ്ങളാണ് തരാൻ പോകുന്നത്. സങ്കീർത്തനങ്ങൾ 27:14 വെയിറ്റ് ഫോർ ദ ലോർഡ്, ബി സ്ട്രോങ് ആൻഡ് ടേക്ക് ഹാർട്ട്. കർത്താവിനായി കാത്തിരിക്കുക, ശക്തിപ്പെട്ടിരിക്കുക, ബലപ്പെട്ടിരിക്കുക എന്ന് മാത്രമല്ല, ഹൃദയം ക്ഷീണിച്ചു പോകാതെ സൂക്ഷിക്കുകയും വേണം. ഐസയ 40 വേഴ്സ് നമ്പർ 31. ഏശയ്യാവിൻ്റെ പുസ്തകം 40:31 ദോസ് ഹു വെയിറ്റ് ഓൺ ദ ലോർഡ് വിൽ റിന്യൂ ദെയർ സ്ട്രെങ്ത്. ദൈവത്തിന് വേണ്ടി, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ കാത്തിരിപ്പിലാണ് ശക്തിയുടെ പുതുക്കം നടക്കുന്നത്. പക്ഷെ കാത്തിരിപ്പിലാണ് പലപ്പോഴും നമ്മുടെ ക്ഷമ നശിച്ച് നമുക്ക് ചിലപ്പോൾ പിറുപിറുപ്പായി, അവിശ്വാസമായി, നിരാശയായി, ഡിപ്രഷനായി വല്ലാത്ത അവസ്ഥയിലൊക്കെ പോകും. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ ദോ ദ വിഷൻ ലിംഗർ വെയിറ്റ് ഫോർ ഇറ്റ്. ഈ ദർശനം വൈകിയാലും നീ അതിനായി കാത്തിരിക്കുന്ന ആരോടൊക്കെയോ കർത്താവ് പറയുന്നുണ്ട്. ഒരുപക്ഷെ ബാല്യകാലത്ത് ലഭിച്ച ചില വാഗ്ദത്തങ്ങളായിരിക്കാം, കുറേ നാൾ മുമ്പ് ലഭിച്ചൊരു വാഗ്ദത്തങ്ങളായിരിക്കാം. പക്ഷെ ഇവിടെ വ്യക്തമായി പറയുന്നത് ദോ ദ വിഷൻ ലിംഗർ, ഈ ദർശനം വൈകിയാലും അതിനായി കാത്തിരിക്കുക. ബിക്കോസ് പേഷ്യൻസ് ഗാർഡ്സ് ദ ഹാർട്ട് ഫ്രം ഡിസ്കറേജ്മെൻറ്റ്. നമുക്ക് സഹിക്കുവാനുള്ള സഹിഷ്ണുതയുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നിരുത്സാഹത്തിൽ നിന്നും അത് കാത്ത് സൂക്ഷിക്കും. വ്യക്തിപരമായി പറയുവാണെങ്കിൽ എനിക്ക് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. വലിയ കെട്ടിടങ്ങൾ പണിയുന്നതും പാലങ്ങൾ പണിയുന്നതൊക്കെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം കാണാൻ. വീടുകളൊക്കെ പണിയുമ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും ഇപ്പോൾ സ്ലാബ് കാസ്റ്റ് ചെയ്യാനുണ്ടെന്നിരിക്കുകയാണ്. ഇപ്പോൾ കോൺക്രീറ്റ് എല്ലാം റെഡിയാക്കി, അതിനു മുമ്പ് തന്നെ തട്ടൊക്കെ റെഡിയാക്കി, അവിടെ സ്റ്റീലെല്ലാം ബാറുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തി കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നു. കോൺക്രീറ്റ് അതിലേക്ക് പോർ ചെയ്തു. പക്ഷേ ഇത് നിർത്തുന്നത് ഒരു പ്രത്യേകതരം സ്കഫോൾഡിങ് അല്ലെങ്കിൽ പ്രത്യേകതരം പ്രോപ്സും, മുട്ടുകൊടുക്കുക എന്നൊക്കെ പറയുന്നു. പണ്ട് കാലത്ത് കാറ്റാടി മരവും മുളയും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ബാമ്പു ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റാവുന്ന ടൈപ്പ് സ്ട്രക്ചറുകളൊക്കെ വന്നു. പറയാൻ വന്നത്, ഈ കോൺക്രീറ്റ് പോർ ചെയ്തു, റെഡിയാക്കി, കമ്പി കൊണ്ടൊക്കെ കുത്തി റെഡിയാക്കിയൊക്കെ വെച്ചു. ഉടൻ തന്നെ അതെടുത്ത് മാറ്റുമോ? അതിനൊരു ക്യൂറിങ് ടൈമുണ്ട്, അതിനൊരു വെയിറ്റിംഗ് പീരീഡുണ്ട്. അതുവരെ ഈ സ്കഫോൾഡിങ്ങും ബാക്കി സാധനങ്ങളും പ്രോപ്സും മുട്ടുകൊടുത്ത് താങ്ങ് കൊടുത്തിരിക്കുന്ന കുറ്റികളെല്ലാം അതുപോലെ തന്നെ നിർത്തും. എന്തിനു വേണ്ടി? അത് ആ കാസ്റ്റ് ചെയ്തത് ക്യൂർ ചെയ്ത് കോൺക്രീറ്റ് റീഇൻഫോഴ്സ്ഡായി അത് സ്ട്രോങ് ആയി വരുന്നത് പോലെ. പേഷ്യൻസ് സപ്പോർട്ട്സ് ഫെയ്ത്ത്. അവിടെ പേഷ്യൻസ് ഈ പ്രോപ്സ് പോലെയാണ്, സ്കഫോൾഡിങ് പോലെയാണ്. ഇതിനെ താങ്ങി നിർത്തുന്ന, ഉറപ്പിച്ച് നിർത്തുന്ന, സ്ട്രെങ്തൻ ചെയ്യുന്നത് പോലെയാണ്. until the promise becomes visible. അതായത് എനിക്ക് വാഗ്ദത്തം ലഭിച്ചു, ആ വാഗ്ദത്തം കിട്ടിയത് എനിക്ക് കണ്ടുകൂടാതെ കാണുന്നത് വരെ വിശ്വാസത്തെ താങ്ങി നിർത്തുന്ന, പ്രോപ്സ് പോലെ മുട്ടുകൊടുത്ത് നിർത്തുന്നതാണ് സഹിഷ്ണുത. സഹിഷ്ണുതയില്ലെങ്കിൽ പ്രോപ്സൊക്കെ ഉടൻ തന്നെ പൊളിച്ച് കളഞ്ഞ് കെട്ടിടം അതുപോലെ തന്നെ താഴേക്ക് വീഴുകയും ചെയ്യും. അതുപോലെ ആയിപ്പോൾ. നമ്പർ 3, ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് റെഫ്യൂസ് ലേസിനെസ്. നേരത്തെ പറഞ്ഞല്ലോ, ഇവർ സഹപ്രവർത്തകരാണ്. ആരൊക്കെ? വിശ്വാസവും സഹിഷ്ണുതയും. ഇവർ കൂട്ടുകാരാണ്. ദേ ആർ ബഡീസ്. അപ്പോൾ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് അവർ ഒരുമിച്ച് ചേർന്ന് അലസതയെ റഫ്യൂസ് ചെയ്ത് നിരസിക്കും. ഇവരുടെ കൂട്ടിൽ കൂട്ടുവാൻ കൊള്ളാത്ത ഒരാളാണ് അലസത. അലസത ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഇത് രണ്ടും പോയി. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ വിശ്വാസികൾ ഒരിക്കലും എങ്ങനെയാണ് പറയുന്നത്, മടിയന്മാരാകരുത്, അലസരാകരുത്, ഉദാസീനതയുള്ളവരാകരുത് എന്നെഴുതിയിരിക്കുന്നത്. സോ വെയിറ്റിംഗ് ഓൺ ഗോഡ് ഡസ് നോട്ട് മീൻ ഇനാക്ടിവിറ്റി. കർത്താവിനായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പരിപാടിയും ചെയ്യാതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഈ ബസ് കാത്തൊക്കെ ഇരിക്കുന്നത് പോലെ, ഇങ്ങനെ അലസമായ റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്ന പോലെ ഇരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഫെയ്ത്ത് കണ്ടിന്യൂസ് ടു ഒബേ ആൻഡ് സെർവ് വൈൽ ട്രസ്റ്റിംഗ് ഗോഡ് ഫോർ ദി ഔട്ട്കം. വിശ്വാസം അനുസരിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ വിശ്വാസം മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കും,
മറ്റുള്ളവരെ സേവിച്ചുകൊണ്ടിരിക്കും. വൈൽ ട്രസ്റ്റിംഗ് ഗോഡ് ഫോർ ദി ഔട്ട്കം. എന്നിട്ട് ദൈവമായി ഒരു ഔട്ട്കം, അതിനൊരു ഫലം ഉളവാക്കുന്നത് വരെ അത് കാത്തിരിക്കും. വചനങ്ങൾ തരാം. ഗലീഷ്യൻസ് 6:9, ഗലാത്യലേഖനം 6:9. ലെറ്റ്സ് നോട്ട് ഗ്രോ വിയറി ഇൻ ഡൂയിങ് ഗുഡ്. കഴിഞ്ഞ ദിവസം ഞാൻ തന്നിരുന്നു ഈ വചനം. നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു പോകരുത്. ജെയിംസ് 2:17 വായിച്ച് നോക്കണം. ഫെയ്ത്ത് ബൈ ഇറ്റ് സെൽഫ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്കംപനീഡ് ബൈ ആക്ഷൻ, ഈസ് ഡെഡ്. യാക്കോബ് 2:17 പറയുന്നത്, വിശ്വാസം മാത്രമായിട്ട് നമ്മൾ എടുത്താൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്കംപനീഡ് ബൈ ആക്ഷൻ, അതിനോടൊപ്പം പ്രവൃത്തി ഉളവായി വരുന്നില്ലെങ്കിൽ, ഇറ്റ് ഈസ് ഡെഡ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. 1 Corinthians 15 and verse number 58. 1 Corinthians 15:58 പറയുന്നത്, ഓൾവേസ് ഗിവ് യുവർ സെൽസ് ഫുള്ളി ടു ദ വർക്ക് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിച്ചു വരുന്നവരാകുവേൻ. ഫെയ്ത്ത് ആക്ട്സ്, വിശ്വാസം പ്രവർത്തിക്കുന്നു. പേഷ്യൻസ് കണ്ടിന്യൂസ്, എന്നാൽ സഹിഷ്ണുതയോ അത് തുടരുന്നു. ഫെയ്ത്ത് ഒരു ആക്ഷൻ മാനാണ്. അതിന് ആക്ഷൻ വേണം, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം. പക്ഷെ പേഷ്യൻസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൽ തുടരാൻ, കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഫെയ്ത്തും പേഷ്യൻസും കൂട്ടുകാരാണ്, ചങ്ങാതിമാരാണ്. അവർ ഒരുമിച്ച് നടക്കൂ, ഒരുമിച്ച് നടന്നാലേ കാര്യമുള്ളൂ. അവർ കൂട്ടുവെട്ടിക്കഴിഞ്ഞാൽ ഫെയ്ത്തിനും പ്രയോജനമില്ല, ഇതിനും പ്രയോജനമില്ല. കൃഷി ചെയ്യുന്ന ഫാമേഴ്സും അതുപോലെ വിശ്വാസവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അവരറിഞ്ഞോ അറിയാതെ ഒരു നാച്ചുറൽ ഫെയ്ത്ത് അവരുടെ അകത്തുണ്ട്. ഞാനിത് വിതച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയല്ല ചെയ്യുന്നത്, എനിക്ക് വിളവെടുപ്പുണ്ടാകും. അതോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ് പേഷ്യൻസ്. സഹിഷ്ണുതയോടെ വേണം ഒരു ഫാർമർ ഇരിക്കാൻ. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എ ഫാർമർ ഡസ് നോട്ട് പ്ലാന്റ് എ സീഡ് ആൻഡ് ദെൻ സിറ്റ് ഐഡിൽ ഫോർ മന്ത്സ്. സാധാരണ കൃഷിക്കാർ വിത്ത് വിതച്ച ശേഷം തിരിച്ചു വന്നൊരു ഈസി ചെയറിൽ ഇങ്ങനെ കിടന്ന് TV കണ്ടുകൊണ്ടിരിക്കുമോ? നോ. അവർ വീണ്ടും വീണ്ടും പല കാര്യങ്ങളിൽ അധ്വാനിച്ച് പല കാര്യങ്ങളും ഓർഡറിലാക്കാനുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നട്ട് കഴിഞ്ഞാലും കൃഷിക്കാരൻ ചെയ്യുന്നത് തുടർച്ചയായി അതിന് വെള്ളമൊഴിക്കും, തുടർച്ചയായി അതിനെ പരിപാലിക്കും, ഇടയ്ക്കിടയ്ക്ക് വളമിട്ട് കൊടുക്കും. പിന്നെ പ്രാണികളോ ജന്തുക്കളോ അതൊക്കെ ഒന്ന് ആക്രമിക്കാതിരിക്കാനുള്ള പ്രീക്കോഷൻസ് എടുക്കും. അപ്പം അങ്ങനെ ഈ ഒരു വിളവെടുപ്പ് വരെ കൃഷിക്കാരൻ തുടർന്നും നോക്കുകയും പരിപാലിക്കുകയും അധ്വാനിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഫെയ്ത്ത് വർക്ക്സ് വൈൽ പേഷ്യൻസ് വെയ്റ്റ്സ്. വിശ്വാസം പ്രവർത്തിക്കുമ്പോൾ സഹിഷ്ണുത കാത്തിരിക്കും, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കും. അതർവൈസ് ഫെയ്ത്തിന് പേഷ്യൻസ് ഇല്ലെങ്കിൽ ഇപ്പോൾ വേണം എന്ന രീതിയിലായിപ്പോൾ. നാലാമത് നമ്മൾ കാണുന്ന ഇതാണ്, ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ഇൻഹെറിറ്റ് ദ പ്രോമിസ്. വിശ്വാസവും സഹിഷ്ണുതയും ഒരുമിച്ച് വാഗ്ദത്തത്തെ അവകാശമാക്കുന്നു. നമ്മൾ എബ്രായ ലേഖനത്തിലൊക്കെ വളരെ വ്യക്തമായത് കണ്ടു. ദ ബൈബിൾ സീസ് വി ഷുഡ് ഇമിറ്റേറ്റ് ദോസ് ഹൂ ത്രൂ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ഇൻഹെറിറ്റ് ദ പ്രോമിസസ്. വാഗ്ദത്തങ്ങളെ വലിയ വിശ്വാസത്തോടും സഹിഷ്ണുതയോടും കൂടെ കാത്തിരുന്ന് നേടിയ ആളുകളുടെ ജീവിതത്തെ നമ്മളോട് അനുകരിക്കാനാണ് പറയുന്നത്. സോ എവ്രി മേജർ പ്രോമിസ് ഇൻ സ്ക്രിപ്ചർ റിക്വയർഡ് ബോത്ത്. ദൈവവചനം എടുത്താൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വാഗ്ദത്തങ്ങൾക്കും ഇത് രണ്ടും ആവശ്യമായിരുന്നു. വിശ്വാസവും ആവശ്യമായിരുന്നു, സഹിഷ്ണുതയും ആവശ്യമായിരുന്നു. ഏബ്രഹാം വെയിറ്റഡ് മെനി ഇയേഴ്സ് ഫോർ ഐസക്. അറിയാം, അബ്രഹാം എത്രയോ വർഷമാണ് ഇസ്ഹാക്കിന് വേണ്ടി കാത്തിരുന്നത്. ജോസഫ് എൻഷുവർഡ് ഇയേഴ്സ് ബിഫോർ ലീഡർഷിപ്പ് കെയിം. തനിക്കൊരു നേതൃത്വവും തനിക്കൊരു പ്രോമിനൻസും വരുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾ ജോസഫ് കാത്തിരുന്നു. ഡേവിഡ് വെയിറ്റഡ് ബിഫോർ ബിക്കമിങ് കിങ്. രാജാവാകുന്നതിന് മുമ്പ് ദാവീദ് എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നു. സോ ജെയിംസ് 5:11, യാക്കോബിൻ്റെ ലേഖനം 5:11 കാണുന്നത്, യു ഹാവ് ഹേർഡ് ഓഫ് ജോബ്സ് പെർസിവിയറൻസ്. നിങ്ങൾ യോബിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ദീർഘക്ഷമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ സ്റ്റോറി അറിയണം. ഹീബ്രൂസ് 11:33 and 34. ത്രൂ ഫെയ്ത്ത് they conquered kingdoms and obtained promises. വിശ്വാസത്താൽ അവർ
എന്ത് ചെയ്തു? ദേ കോൺക്വേർഡ് കിങ്ഡംസ്. അവർ രാജ്യങ്ങളെ പിടിച്ചടക്കി. ആൻഡ് ഒബ്റ്റെയിൻഡ് പ്രോമിസസ്. വാഗ്ദത്തങ്ങളെ അവർ സ്വീകരിച്ചു. Psalm 37 verse number 7. സങ്കീർത്തനങ്ങൾ 37:7. ബി സ്റ്റിൽ ബിഫോർ ദ ലോർഡ് ആൻഡ് വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ഹിം. മിണ്ടാതിരുന്ന്, ദൈവസന്നിധിയിൽ മിണ്ടാതെ ഇരുന്ന് ദീർഘക്ഷമയോടെ അവന് വേണ്ടി കാത്തിരിക്കാൻ. ഗോഡ്സ് പ്രോമിസസ് ആർ സർട്ടൈൻ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം തീർച്ചയായിട്ടും വന്നിരിക്കും. ബട്ട് ദേ അൺഫോൾഡ് ഇൻ ഗോഡ്സ് ടൈം. പക്ഷേ ദൈവത്തിൻ്റെ സമയത്തല്ലാതെ ഒരു ദൈവിക വാഗ്ദത്വം നിറവേറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് റണ്ണേഴ്സ് ഉണ്ടല്ലോ, 100 മീറ്ററോ 500 മീറ്ററൊക്കെ കുറച്ച് ഓടുന്നവർ, ഭയങ്കര സ്പീഡിലൂടെ റെക്കോർഡ് സ്ഥാപിക്കുന്നവർ, അവരെ ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണർ ആണെങ്കിൽ അവർ വിജയിക്കുന്നത് മറ്റവരെക്കാൾ വ്യത്യാസമുണ്ട്. വിജയിക്കുന്നത് നോട്ട് ബൈ സ്പീഡ് അലോൺ ബട്ട് ബൈ എൻഡ്യൂറൻസ്. സ്പീഡ് കൊണ്ട് മാത്രമല്ല, സഹിഷ്ണുത കൊണ്ട് അവർ നേടും. കാരണം ലോങ് മാരത്തൺ പോലെയുള്ളതിന് സഹിഷ്ണുത ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, ലൈഫ് ഈസ് നോട്ട് എ സ്പ്രിൻറ്റ്, ഇറ്റ്സ് എ മാരത്തൺ. വിക്ടറി ബിലോങ്സ് ടു ദോസ് ഹൂ കീപ് റണ്ണിങ് അൺടിൽ ദ ഫിനിഷ് ലൈൻ. ജയം ആർക്കാണ് കിട്ടുന്നത്? ഫിനിഷിംഗ് ലൈനിൽ തൊടുന്നത് വരെ കൺസിസ്റ്റൻ്റായി ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക്. ഫെയ്ത്ത് ബിഗിൻസ് ദ റേസ്, പേഷ്യൻസ് ഫിനിഷസ് ഇറ്റ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഓട്ടം ആരംഭിക്കും, എന്നാൽ സഹിഷ്ണുതയാണ് അതിനെ കൊണ്ടുപോയി തീർക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് കേട്ട വചനങ്ങളും ഉദാഹരണങ്ങളൊക്കെ ഉപദേശങ്ങളൊക്കെ എല്ലാവരുടെ അകത്ത് പതിഞ്ഞിരിക്കാനും വാഗ്ദത്തം പ്രാപിച്ചിട്ടുള്ള സകലരും വളരെ സഹിഷ്ണുതയോടുകൂടി ഇരുന്നത് കേൾക്കാനൊക്കെ ഇടയാക്കണമേ. രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ നടക്കുന്ന സമയത്ത് പുറകിലേക്ക് ഇങ്ങനെ വീണു പോകുന്ന പോലെ ബാലൻസ് കിട്ടാത്തൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷോൾഡറിനുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഇങ്ങനെ ഒരു സൈഡിൽ തന്നെ ഭയങ്കര പെയിനോടുകൂടി ഇരിക്കുന്നൊരു വ്യക്തി, ആ ഭാഗത്ത് കൈവെക്കാം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൂയിസൈഡലായിട്ട് മരിക്കണമെന്ന് തോന്നുന്ന പലരും യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ. സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, വിടുതലുണ്ടാകട്ടെ. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. കൈകൾ നീട്ടിപ്പിടിക്കുമ്പോൾ ഏതാവശ്യത്തിലും കർത്താവേ നീ പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.